യെസ്, ശ്രീ ജോർജ് കുര്യന് ന്യൂനപക്ഷ ക്ഷേമം, മൃഗസംരക്ഷണം, ഫിഷറീസ് വകുപ്പ് 3 വകുപ്പുകളാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. നേരത്തെ സുരേഷ് ഗോപിയുടെ വകുപ്പുകളുടെ കാര്യം പറഞ്ഞിരുന്നു. ടൂറിസം, അതുപോലെ പെട്രോളിയം, പ്രകൃതി വാതകം. ഓക്കെ, കേരളത്തിൻ്റെ വികസനത്തിന് ഈ വകുപ്പുകൾ ഈ 2 മന്ത്രിമാരും ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ശംഖു, ഇവിടെ അയോധ്യയിൽ രാമക്ഷേത്രം പണിതു, കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു, പൗരത്വ നിയമ ഭേദഗതി അത് നടപ്പിലാക്കി. അതിൻ്റെയൊക്കെ തിരിച്ചടികൾ ഉണ്ടായി എന്നാണ് പ്രതിപക്ഷം ഇപ്പോഴും ആരോപിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇത്തരം ഇഷ്യൂസിൽ ഇനി ബി ജെ പിക്ക് സ്വന്തം നിലയ്ക്ക്, ബി ജെ പിയുടേതായിട്ടുള്ള നിലയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ? അതിലുള്ള പറ്റില്ല എന്ന വാദഗതിയാണ് ശ്രീകുമാർ സാറും അതുപോലെ അഡ്വക്കേറ്റ് അസ്കറും പ്രകടിപ്പിച്ചിരിക്കുന്നത്. അവിടെയാണ് അവരിങ്ങനെ ഉറ്റുനോക്കുന്നത്. ഇവരടിച്ച് പിരിയും എന്ന് സ്വപ്നം കാണുന്നതും അത്തരം വിഷയങ്ങളിലാണ്. നോക്കൂ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇവർക്കെല്ലാം അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും അവരുടേതായിട്ടുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ വെച്ച് പുലർത്താനുള്ള അധികാരമുണ്ട്. തീർച്ചയായിട്ടും ജനാധിപത്യം അതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നത് നമ്മുടെ മുന്നിൽ വളരെ പകല് പോയി വ്യക്തമായി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത്തവണ NDA മുന്നണിയാണ് അധികാരത്തിലേറിയത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ തവണ എല്ലാം BJP ഒറ്റയ്ക്കാണ് ഭരിച്ചിരുന്നത്. ഇത്തവണ ആദ്യമായിട്ട് ഒരു മുന്നണി സംവിധാനത്തിൽ ഭരിക്കേണ്ട ഗതികേട് BJPക്ക് വന്നിരിക്കുന്നു എന്നൊക്കെയാണ്. അങ്ങനെയല്ലല്ലോ. 2014 BJP സർക്കാർ 284 സീറ്റുകൾ BJPക്ക് ഉണ്ടായിരുന്നപ്പോൾ മുന്നണിയാണ് അധികാരത്തിൽ വരുന്നത്. NDA എന്ന് പറയുന്ന മുന്നണിയായിട്ടാണ് ഭരിക്കുന്നത്. ഘടകകക്ഷികൾക്കൊക്കെ മന്ത്രിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്തും കൺസൾട്ടേഷനും കൂട്ടായിട്ടുള്ള ആലോചനകളും മന്ത്രിസഭാ യോഗങ്ങളും ഒക്കെ നടന്നിരുന്നു. 2019 NDA സർക്കാരാണ് അധികാരത്തിൽ വന്നത്. BJPക്ക് ഒറ്റയ്ക്ക് 303 സീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരിച്ചോളാം എന്നൊരു നിലപാടല്ല BJP എടുത്തത്. തങ്ങളുടെ ഒപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള എല്ലാ പാർട്ടികളെയും ചേർത്ത് മുന്നണിയുടെ സർക്കാരാണ് രൂപീകരിച്ചത്. ആ സർക്കാരിലെ ഘടകകക്ഷികൾക്കെല്ലാം പ്രാതിനിധ്യമുള്ള സർക്കാരായിരുന്നു അത്. ആ മുന്നണിയായിട്ടാണ് ഭരിച്ചത്. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രീപോൾ അലയൻസിന് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണിത്. BJPക്ക് മാത്രം 36% വോട്ടുണ്ട്. ഇവർ ഈ പറയുന്നുണ്ടല്ലോ, ഈ ബഹളമൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താണ് ജനാധിപത്യം വിജയിച്ചു, ജനാധിപത്യത്തിന്റെ സുന്ദര ഭൂമികയാണെന്ന്. ഇവരുടെ അവസ്ഥ എന്താണ്? കോൺഗ്രസിന് 20% വോട്ടാണുള്ളത്. ഈ കോൺഗ്രസിന്റെ എല്ലാ ഘടകകക്ഷികൾക്കും കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആകെ ഉള്ളത് 332 സീറ്റുകളാണ്. BJPക്ക് ഒറ്റയ്ക്ക് ഇവരെക്കാൾ സീറ്റുകളുണ്ട്. NDAക്ക് മാത്രം 40% വോട്ടുകളുണ്ട്. അപ്പോൾ ജനകീയ അംഗീകാരം നേടിക്കൊണ്ട് വീണ്ടും NDA സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ആ സർക്കാർ ഇതുവരെ സത്യപ്രതിജ്ഞ വരെ കിട്ടിയിട്ടുള്ള ഇംപ്രഷൻ വെച്ചിട്ട് മുൻ വർഷങ്ങളിലെ പോലെ തന്നെ വളരെ ഡിസൈസീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന BJP തന്നെ നയിക്കുന്ന സർക്കാരാണ്. കോയലീഷൻ ധർമ്മയുടെ ഏതെങ്കിലും നിലയിലുള്ള ദൗർബല്യങ്ങൾ അവിടെ ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല ഈ സർക്കാരിൻ്റെ സ്ട്രക്ചർ വരിക. 72 അംഗ മന്ത്രിസഭ രൂപീകരിക്കപ്പെടുമ്പോൾ അതിൽ 61 അംഗങ്ങളും BJPയിൽ നിന്ന് തന്നെയാവുന്നത്. 30 അംഗ ക്യാബിനറ്റ് ഉണ്ടാവുമ്പോൾ അതിൽ 28 അംഗങ്ങളും BJPയിൽ നിന്ന് തന്നെയാവുന്നത്. ബിഗ് 4 എന്ന് പറയുന്ന വകുപ്പുകൾ മുഴുവൻ, പ്രതിരോധമാവട്ടെ, വിദേശകാര്യമാവട്ടെ, ധനകാര്യമാവട്ടെ, ആഭ്യന്തരമാവട്ടെ, ഈ എല്ലാ വകുപ്പുകളും BJP തന്നെ കൈവശം വെക്കുന്ന പ്രധാനപ്പെട്ട ആദ്യത്തെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന 10 നേതാക്കളും BJPയിൽ നിന്ന് തന്നെയാവുന്ന BJP തന്നെയാണ് ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് യാതൊരു സംശയത്തിനും പഴുതു നൽകാത്ത വണ്ണമുള്ള ഒരു സ്ട്രക്ചറിലാണ് ഈ സർക്കാർ കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളത്. ഘടകകക്ഷി നേതാക്കളുടെ ഇതുവരെയുള്ള പ്രതികരണങ്ങൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഘടകകക്ഷി നേതാവ് എന്തെങ്കിലും ഒരു ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നതോ, ഞങ്ങൾക്ക് ഇങ്ങനെ പോരാ, ഞങ്ങൾക്ക് അങ്ങനെ വേണമെന്ന് പറയുന്നതോ, മുൻ സർക്കാരിനെ വിമർശിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രതികരണവും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. നേരെ തിരിച്ച് INDA മുന്നണിയിലുള്ള ആളുകൾക്കിടയിൽ നമ്മൾ പലപ്പോഴും അസ്വാരസ്യത്തിലുള്ള പ്രതികരണങ്ങൾ കേൾക്കുന്നുണ്ട്. INDA മുന്നണി യോഗത്തിൽ പലരും പങ്കെടുക്കാതെ വിട്ടു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ NDA മുന്നണിയുടെ ആദ്യ യോഗം തന്നെ ഒരു ഐക്യദാർഢ്യ സമ്മേളനത്തിന്റെ ഒരു പിന്തുണ പ്രഖ്യാപനത്തിന്റെ, ഒരു സംശയത്തിന് പഴുതു പോലും കൊടുക്കാത്ത വിധത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സ്വഭാവത്തിലുള്ള സമ്മേളനമായിരുന്നു. ആ മൊമെന്റത്തിൽ തന്നെയാണ് BJPയുടെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. മുൻ വർഷങ്ങളിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ തുടർച്ച തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത്. ആ കാര്യത്തിൽ നരേന്ദ്രമോദി വളരെ വ്യക്തമായി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് കഴിഞ്ഞ 60 വർഷത്തിൽ ഈ രാജ്യത്തിൽ നടന്നിട്ടുള്ള വികസനത്തിന്റെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ, ഡെവലപ്മെന്റ് ഗ്യാപ്സ് ഫില്ല് ചെയ്യാനുള്ള അവസരമായിട്ടാണ് ഞങ്ങൾ ഉപയോഗിച്ചെങ്കിൽ ഇനിയുള്ള 10 വർഷങ്ങൾ എന്ന് പറയുന്നത് അടുത്ത 1000 വർഷത്തേക്ക് ഈ രാജ്യത്തെ, ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്നതാണ് BJP
പിയുടെ തെരഞ്ഞെടുപ്പിലെ പ്രഖ്യാപനം തന്നെ, ആ പ്രഖ്യാപനത്തോട് യോജിക്കുന്നവരും ആ BJPയുടെ അജണ്ടയോട് യോജിക്കുന്നവരും ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നവരും തന്നെയാണ് സഖ്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അല്ലാണ്ട് BJPയുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ളവരോ BJPയുടെ പ്രത്യയശാസ്ത്രത്തോട് എതിർപ്പുള്ളവരോ ഒക്കെയാണ് ഈ സഖ്യത്തിൽ ഉണ്ടായത് എന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമാണ്. BJPയുടെ രാഷ്ട്രീയം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി, BJPയുടെ ദിശാബോധം എന്താണെന്ന് മനസ്സിലാക്കി അതിനോടൊപ്പം ചേർന്നിട്ടുള്ള ആളുകളാണ് ഇതിലുള്ളത്. ഈ സർക്കാരിന് എന്തെങ്കിലും ദൗർബല്യം ഉണ്ടെന്ന് പറയാൻ മാത്രം ശക്തി പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നവർക്കില്ല. അപ്പോൾ തെലുങ്കുദേശം പാർട്ടിക്ക് എന്തോ അസ്വാരസ്യമുണ്ട്, അവർക്ക് 2 മന്ത്രിമാരെ കിട്ടിയില്ലെന്ന് പറഞ്ഞു. അതിൽ വളരെ കൗതുകരമായിട്ടുള്ളൊരു വാദം ശ്രീകുമാർ പറഞ്ഞാൽ എനിക്ക് തോന്നിയത്, തെലുങ്കുദേശം പാർട്ടിയിൽ നിന്നൊരു മന്ത്രി എന്ന് പറയുന്നത് വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ആളാണ്, അതൊന്നും ഇപ്പോൾ മോദി തിരഞ്ഞെടുത്തതാവാൻ വഴിയില്ലല്ലോ, അവർ പറഞ്ഞു കൊടുത്ത ആളാവാനല്ലേ വഴിയുള്ളൂ. അദ്ദേഹം 3ാമത്തെ തവണ ആവുന്ന ആളാണ്. രാംമോഹൻ റെഡ്ഡിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ രാംമോഹൻ റെഡ്ഡി 3ാമത്തെ തവണ MP ആവുന്ന ആളാണ്. യവൻ റെഡ്ഡിയുടെ മകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ 2012 വരെ മന്ത്രിയായിരുന്നു. അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോഴാണ് മരിക്കുന്നത്. അതിനുശേഷം 2014 തെരഞ്ഞെടുപ്പിൽ കേവലം 26 വയസ്സിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അദ്ദേഹം. അന്നത്തെ പാർലമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം അദ്ദേഹമായിരുന്നു. 3ാമത്തെ ടേം തുടർച്ചയായിട്ട് വന്നിട്ടുള്ള ആളെന്നുള്ള രീതിയിൽ എക്സ്പീരിയൻസ് വാങ്ങിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തവണ മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഓരോ മിനിസ്ട്രിയും തെരഞ്ഞെടുത്തത് നരേന്ദ്രമോദി നേരിട്ടിട്ടാണ്. തെരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് മാത്രമേ മന്ത്രിമാർക്ക് അറിയുന്നുള്ളൂ തങ്ങൾ മന്ത്രിയായി മാറിയിട്ടുണ്ടെന്ന്. നമ്മൾ ജോർജ് കുര്യൻ്റെ അനുഭവം ഇന്നലെ കണ്ടതാണ്. ജോർജ് കുര്യൻ മന്ത്രിയാണെന്ന് അറിഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പോലും അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇവിടെ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയ നടന്നിട്ടുള്ളത്. ഓരോ ആൾക്കാരും ഹാൻഡ് പിക്ഡ് ആണ്, ഓരോ ആൾക്കാരും ചോസൺ ഓൺ ദ ബേസിസ് ഓഫ് മെറിറ്റ് ആണ്, ഓരോ ആൾക്കാരും അവരുടെ ക്ഷമതയും യോഗ്യതയുടെയും അടിസ്ഥാനത്തിൽ. നിങ്ങൾ ആ മിനിസ്ട്രി നോക്കൂ, 72 അംഗ മന്ത്രിസഭയിൽ 68 പേരും ഗ്രാജുവേറ്റുകളാണ്, 7 പേര് സിവിൽ സർവൻറ്റുകളാണ്, 6 പേര് ഡോക്ടർമാരാണ്, 5 പേര് എഞ്ചിനീയർമാരാണ്, 7 പേര് വക്കീലന്മാരാണ്. ഇങ്ങനെ എന്താണ് പറയുക, യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വളരെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു മന്ത്രിസഭയാണ് ഇത്തവണ രൂപീകരിച്ചിട്ടുള്ളത്. അതിന് BJPയുടെ അപ്രമാദിത്വം വളരെ വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ആ മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഏതെങ്കിലും നിലയിലുള്ള ദൗർബല്യങ്ങളോ എന്താണ് അയോഗ്യനായിട്ടുള്ള ഒരാളെങ്കിലും ആ മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇതൊരു കോംപ്രമൈസ് ആയിപ്പോയി എന്ന് ആരോപിക്കാവുന്ന ഒരു കാര്യം പോലും നമ്മൾ അവിടെ കാണുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നീട് സുരേഷ് ഗോപിയുടെ കാര്യത്തെ സംബന്ധിച്ച്, സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവിയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്, പക്ഷെ അത് കൊടുത്തില്ല, അത് ഒരു മോശമായി പോയി എന്നൊക്കെയുള്ള സ്ഥിരമായിട്ടുള്ള ഇത്തരത്തിലുള്ള എന്താ പറയുക, എന്തും ഭംഗിയുള്ള കാര്യം നടന്നാലും അതിനെതിരെ എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ പറയുന്ന ഒരു ശീലം നമുക്കുണ്ടല്ലോ. കേരളത്തിൽ ഇത്തവണ 2 കേന്ദ്രമന്ത്രിമാരെ കിട്ടിയെന്നുള്ള ഒരു വലിയ കാര്യത്തെ മാനിക്കാതെ കിട്ടിയത് കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ ആവശ്യമായിരുന്നു തന്നെ മന്ത്രിയാക്കേണ്ടതില്ല എന്നുള്ളത്. അദ്ദേഹം 2027 വരെ, അതായത് അടുത്ത 3 വർഷത്തേക്കായിട്ട് 7 സിനിമകൾ അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ സിനിമകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അദ്ദേഹം എടുത്തു വെച്ചിട്ടുള്ള ചാരിറ്റിയുടെ ആണെങ്കിലും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം നമുക്കറിയാം, ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ആ കാര്യങ്ങൾക്കെല്ലാം വലിയ സാമ്പത്തികമായിട്ടുള്ള ചെലവുണ്ട്. അതുകൊണ്ട് തന്നെ താൻ ഏറ്റെടുത്തിട്ടുള്ള കമ്മിറ്റ്മെന്റുകൾ പൂർത്തീകരിക്കാൻ ഒരു 3 വർഷത്തേക്ക് തനിക്ക് ഇളവ് വേണം, അതുകൊണ്ട് തന്നെ മന്ത്രിയാക്കരുത് എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. നരേന്ദ്രമോദിയുടെ നിർബന്ധ ബുദ്ധി കൊണ്ടാണ് അദ്ദേഹം മന്ത്രിയാവുന്നത്. അന്ന് രാവിലെ വരെ, ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇന്നലെ രാവിലെ 10 മണി വരെ അദ്ദേഹം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. ശ്രീമാർ സാറിനത് ചിലപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. കാരണം സാധാരണ UPA സർക്കാരിലൊക്കെ മന്ത്രിയാവണമെങ്കിൽ ഒരാഴ്ച മുമ്പേ ഡൽഹി പോയി ക്യാമ്പ് ചെയ്തിട്ട് ലോബി ചെയ്യണം. എന്നെ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഹൈക്കമാൻഡിൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് നടന്ന് അവിടെയുള്ള എന്താ പറയുക അവിടുത്തെ അടുക്കളയിലെ അരിവെപ്പുകാരെ മുതൽ പറമ്പിലെ കിളയ്ക്കുന്ന ആൾക്കാരെ വരെ മണിയടിച്ചാൽ മാത്രമേ സാധാരണ മന്ത്രിസ്ഥാനം കിട്ടാറുള്ളൂ. മന്ത്രിയാവേണ്ട ആൾ രാവിലെ 10 മണി വരെ അവനവൻ്റെ വീട്ടിലിരിക്കുന്ന കൗതുകം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ അങ്ങനെയാണ് സംഭവിച്ചത്. നിങ്ങൾ മന്ത്രിയാവേണ്ടതുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള ഇത്തവണത്തെ വിജയം വലിയൊരു വിജയമാണ്. അതിന് ജനങ്ങൾക്ക് നമ്മൾ അതിനൊരു ഒരു പ്രത്യുപകാരം, ഒരു പ്രതിഫലം കൊടുക്കേണ്ടതുണ്ട്. അവരുടെ ആ കമ്മിറ്റ്മെന്റ് നമ്മൾ മാനിക്കുന്നു എന്ന സന്ദേശം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ മന്ത്രിയാവാതിരിക്കുകയാണെങ്കിൽ അത് വലിയ തെറ്റായിട്ടുള്ള സന്ദേശമാവും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം മന്ത്രിയുടെ ചുമതല ഏൽപ്പിച്ചതാണ്. മാത്രമല്ല അദ്ദേഹത്തിന് വളരെ ഗൗരവമുള്ള വകുപ്പുകളാണ് കൊടുത്തത്. അദ്ദേഹത്തിന് സാംസ്കാരിക വകുപ്പ്, ഈ സിനിമാ മേഖല ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് സാംസ്കാരിക വകുപ്പ്. സാംസ്കാരിക വകുപ്പ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. കേരളവുമായി ബന്ധപ്പെട്ട് ടൂറിസം എന്ന് പറയുന്ന വളരെ നിർണായകമായിട്ടുള്ള വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള വിജയത്തിന്റെ പിന്നിലുള്ള ഒരുപക്ഷെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒക്കെ സംഭാവനയെ മാനിക്കുന്നു. കേട്ടില്ല അല്ല, പല ചാനലുകളും പല രീതിയിലാണ് കൊടുക്കുന്നത്. സാംസ്കാരികത്തിന്റെ കാര്യത്തിൽ ഉറപ്പായിട്ടില്ല. ഇല്ല, ഉറപ്പായിട്ടില്ല. ടൂറിസം മാത്രമേ ഉള്ളൂ. ടൂറിസം, പെട്രോളിയം. എനിക്ക് വന്ന മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ അതെ. ശരി, എന്തായാലും ജോർജ് കുര്യന് മൈനോറിറ്റി
ന്യൂനപക്ഷ ക്ഷേമകാര്യ വകുപ്പും ശ്രീമാൻ ജോർജ് കുര്യനാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വളരെ നിർണായകമായിട്ടുള്ള 6ഓളം വകുപ്പുകൾ കേരളത്തിന് കിട്ടിയിരിക്കുകയാണ്. 2 കേന്ദ്രമന്ത്രിമാരെ കിട്ടിയിരിക്കുകയാണ്. ആ കാര്യത്തിൽ അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഇന്ന് ഹസ്കർ ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ ഇരുന്ന് പറഞ്ഞു, അദ്ദേഹം ഏതോ മാധ്യമത്തോട് എനിക്ക് ക്യാബിനറ്റ് റാങ്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അത് കിട്ടാത്തതിലുള്ള നിരാശ അദ്ദേഹം പങ്കുവെച്ചു എന്ന്. അടിസ്ഥാനരഹിതമായ കാര്യം, അസത്യമായിട്ടുള്ള കാര്യം, വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യം എങ്ങനെയാണ് അങ്ങേക്ക് പറയാൻ സാധിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് എന്നെ ഒരുപക്ഷെ റിലീവ് ചെയ്യുമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാതെ എനിക്ക് എന്തെങ്കിലും വേണമെന്നൊരു ഡിമാൻഡ് അദ്ദേഹം വെച്ചിട്ടേ ഇല്ല. അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദി തീരുമാനിച്ചു, ഞാൻ അംഗീകരിച്ചു, ഞാൻ അനുസരിച്ചു എന്ന് മാത്രമാണ്. അപ്പോൾ എന്താ പറയുക, അദ്ദേഹത്തിന് ഏതെങ്കിലും നിലയിലുള്ള നിരാശയോ ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തിയോ ഇല്ല എന്നത് വളരെ പകല് പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ, കേന്ദ്ര സർക്കാർ കണ്ടറിഞ്ഞ് തന്നെ കേരളത്തിന് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം ഇത്തവണ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാവരും കാണുന്ന ഒരു കാഴ്ച. അതുകൊണ്ട് തന്നെ വളരെ ശോഭനമായിട്ടൊരു ഭാവി സർക്കാരിന് ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാരായിട്ട് ഇത് മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പെട്ടെന്ന് മറുപടിയിലേക്ക്. അല്ല, അൽജി ഇതിലത് കാണേണ്ടത്, 3ാം മോദി സർക്കാർ കൃത്യമായി കേരളത്തിന് ഇത്തരം സുപ്രധാനമായിട്ടുള്ള വകുപ്പുകൾക്ക് സഹമന്ത്രിമാരെ നൽകിയതിന് അഭിനന്ദനം അറിയിക്കുന്നു. പ്രാതിനിധ്യം ഏക സീറ്റിൽ നിന്ന് മാത്രം ലഭിച്ചിട്ടും അത് അഭിനന്ദനാർഹമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ് കാണുന്നത്, ഒരു സംശയമില്ല. പക്ഷേ ആദരണീയനായ ശ്രീ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവിയെങ്കിലും ഞങ്ങളെപ്പോലുള്ള ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ലഭിക്കാതിരുന്നതിൽ അദ്ദേഹത്തിന് നീരസമുണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ചായം പൂശി കേരളത്തിലെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് അത്. അദ്ദേഹം ആ വാർത്ത പടച്ചുവിട്ടവർക്ക് കൃത്യമായിട്ട് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. അല്ല, അത് ആയിക്കോട്ടെ, അത് എന്തായാലും ശരി, അദ്ദേഹം മന്ത്രിസഭയിൽ തുടരട്ടെ. അതൊരു നല്ല കാര്യം തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ കേരളത്തിന് ലഭിച്ച സ്ഥാനമാനങ്ങൾ കൃത്യമായി കേരളീയർക്ക് കേരളത്തിനു വേണ്ടി വർത്തമാനം പറയാനും കേരളത്തിന് ലഭിക്കേണ്ട, മലയാളികൾക്ക് ലഭിക്കേണ്ട അർഹമായ വിഹിതങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടി പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് കൂടി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അത് വരും ദിവസങ്ങളിൽ മാത്രമേ കേരളത്തിൽ എത്രത്തോളം അത് സംസ്ഥാന സർക്കാരിനും കേരളത്തിലെ ജനങ്ങൾക്കും പ്രയോജനപ്പെടും. ഈ ഇദ്ദേഹത്തിനും അതുപോലെ തന്നെ ശ്രീ ജോർജ് കുര്യനും ഒക്കെ ലഭിച്ചിട്ടുള്ള മന്ത്രിസ്ഥാനങ്ങളിലൂടെ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതൊരു ശുഭാപ്തി വിശ്വാസത്തോടെ കാണണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത്തരം ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് അനിൽജി ഞാനിപ്പോഴും ഉള്ളത്. ഓക്കെ, ഡോക്ടർ ഗോകുമാർ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ചില സെൻസിറ്റീവ് ഇഷ്യൂസ്, അത്തരം വിഷയങ്ങളിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ, തീരുമാനത്തിൽ എത്തുമ്പോൾ ചില തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എന്നതിനപ്പുറത്തേക്ക് അല്ലേ, വികസന പ്രവർത്തനങ്ങളിൽ ഇവരെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ BJPക്ക് സാധിക്കില്ല. ഇപ്പോൾ നോക്കൂ, തുടക്കത്തിൽ തന്നെ ആ ഒരു ലീഡർഷിപ്പ് അസേർട്ടൺ ചെയ്യാൻ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ശുഭസൂചന തന്നെയല്ലേ നൽകുന്നത്? അതെ, വാസ്തവത്തിൽ ഇപ്പോൾ വിവാദ വിഷയങ്ങളിലേക്കൊന്നും പോകാതെ രാജ്യത്തിൻ്റെ മുമ്പിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമ്മളെക്കാൾ തന്നെ ഭരിക്കുന്ന ആൾക്കാർക്കറിയാം. തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. BJPക്ക് ചെറുപ്പക്കാരുടെ വോട്ടുകൾ ഗണ്യമായി കിട്ടിയെങ്കിൽ പോലും തൊഴിലില്ലായ്മ വലിയൊരു വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. വിലക്കയറ്റം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പിന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ താമസിക്കുന്ന പട്ടിണി വിഭാഗക്കാർക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 5 വർഷത്തേക്ക് സൗജന്യ റേഷൻ കൊടുത്തുകൊണ്ട് മാത്രം അതാകുന്നില്ല. പിന്നെ കർഷക പ്രശ്നം, അപ്പം അതിൻ്റെ തന്നെ തുടക്കത്തിൽ നമ്മൾ കണ്ടു ആദ്യത്തെ ഫയൽ എന്താണ് ഒപ്പിട്ടതെന്ന്. ഇപ്പോൾ ചുരുക്കത്തിൽ കൂടുതൽ പ്രാധാന്യം വരേണ്ടത് എക്കണോമിക് ഗ്രോത്തിനും സോഷ്യൽ ഡെവലപ്മെൻറ്റിനും, സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹിക പുരോഗതിക്കുമായിരിക്കണം. ഇപ്പോൾ അന്തർദേശീയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല റേറ്റിംഗ് ഉള്ളത് കൊണ്ടും ജയശങ്കറിനെ പോലത്തെ ഒരു പ്രൊഫഷണൽ അവിടെ ഇരിക്കുന്നത് കൊണ്ടും അതിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ബാക്കിയുള്ള മേഖലകൾ ഇപ്പോൾ അടുത്ത 5 വർഷം കഴിയുമ്പോൾ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നുള്ള പ്രതീക്ഷ BJPക്കും മറ്റ് സഖ്യകക്ഷികൾക്കും ഉള്ളപ്പോൾ അവർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കാണ്. ആ വളർച്ച എന്ന് പറയുന്നത് എല്ലാ രീതിയിലുമുള്ള വളർച്ച വേണം. അത് ഇൻക്ലൂസീവായിട്ടുള്ള വളർച്ചയായിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനം തൊഴിലില്ലായ്മ ടാക്കിൾ ചെയ്യുക എന്നുള്ളതും വിലക്കയറ്റം നിയന്ത്രിക്കുക എന്നുള്ളതും സാമൂഹ്യക്ഷേമ പദ്ധതികൾ കൂടുതൽ ശക്തി ആർജിച്ച് അതുവഴി പട്ടിണി ഒഴിവാക്കുക, അതോടൊപ്പം തന്നെ രാജ്യത്തെ നാണയപ്പെരുപ്പം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ചുരുക്കത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പുരോഗതി നൽകണം. അതോടൊപ്പം തന്നെ സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ എടുക്കാതിരിക്കുകയും, ഇപ്പം അഗ്നിവീർ പോലുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ അത് ആ നയം തന്നെ മാറ്റാൻ
ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് ആ പോളിസിയിൽ ചെറിയ ഭേദഗതിയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന അവസരമായിരിക്കും. കാരണം ജനങ്ങളുടെ വിശ്വാസം ശക്തമായിട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ BJP ഗവൺമെൻറ് 2019 വന്നതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ ചെയ്തതിന് നല്ല അംഗീകാരം പൊതുവേ കിട്ടിയിരുന്നു. അതോടൊപ്പം അന്തർദേശീയ രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് വലിയ അംഗീകാരം കിട്ടിയിരുന്നു. ഒടുവിൽ അവസാനത്തെ ഒരു കൊല്ലത്തിനിടയ്ക്ക് ഉണ്ടായ ചില പ്രശ്നങ്ങൾ, ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ഡിബേറ്റ് ചെയ്തെങ്കിലും അത് 2 സംസ്ഥാനങ്ങളിൽ മാത്രമേ ഭാഗികമായി പാസ്സായിട്ടുള്ളൂ. എന്നാൽ കാശ്മീരിൻ്റെ കാര്യത്തിൽ അത് വിവാദമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എത്രയോ വർഷമായി BJPയുടെ അജണ്ടയിലുള്ളതാണ്. അത് ഒളിച്ചു വെച്ച് കൊണ്ടുവന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അത് റദ്ദാക്കിയത് കൊണ്ട് ഇപ്പോൾ കാശ്മീരിൽ കുറച്ചുകൂടി ശാന്തത കൈവന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. താരതമ്യേന മുമ്പുള്ളായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററായി എന്നും അവിടെ BJPക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടിയെന്നും ബാക്കി പുരോഗതിക്കുള്ള കാരണങ്ങൾ കാശ്മീരിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നും പൊതുവിൽ അവിടുത്തെ അന്തരീക്ഷത്തിന് മാറ്റമുണ്ടായിട്ടുണ്ട്. പക്ഷേ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺഷിപ്പ്, അങ്ങനെയുള്ള ഇഷ്യൂസ്, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, ഇത്തരം കാര്യങ്ങളിലൊന്നും കൈവയ്ക്കാതെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക്, സാമൂഹിക പുരോഗതിക്കും സാമ്പത്തിക പുരോഗതിക്കും, നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ ഒരു രാജ്യം എന്നുള്ള നിലയിൽ അവരുടെ വളർച്ച, ഹ്യൂമൻ റിസോഴ്സിൻ്റെ വളർച്ച, അതെങ്ങനെ വർദ്ധിപ്പിക്കാം. ഒരുപാട് ആശയങ്ങൾ കഴിഞ്ഞ ഗവൺമെൻറ് കൊണ്ടുവന്നത് ഞാൻ ഓർക്കുന്നു. സ്കിൽ ഡെവലപ്മെൻറ്റ്, നൈപുണ്യത്തിന് വികസനം, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ 3ാമത്തെ ശക്തിയാകുമെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. അതിലേക്കുള്ളൊരു പ്രയാണത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ പറ്റും. അത്തരം കാര്യങ്ങളായിരിക്കണം വിവാദ വിഷയങ്ങളെക്കാൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് അവസാന ഘട്ടത്തിൽ അതൊക്കെ വന്നെങ്കിലും ആദ്യത്തെ 2 മാസം, തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ജാനുവരിക്ക് ശേഷമുള്ള 2 മാസം വികസന കാര്യങ്ങൾ ഊന്നിക്കൊണ്ടുള്ള ചർച്ചകളും പ്രസ്താവനകളും ഒക്കെ ആയിരുന്നു. പക്ഷെ അത് മാറി മാറി വന്നാണ് പിന്നീട് അവസാന ഘട്ടം എത്തിയപ്പോഴത്തേക്കും കമ്മ്യൂണലായിട്ടുള്ള ഡിബേറ്റിലേക്ക് പോവുകയും അതുണ്ടാക്കിയ വിവാദവും ധ്രുവീകരണവും നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ സമയമല്ല വാസ്തവത്തിൽ. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, അതിനുള്ള അജണ്ട അതെങ്ങനെ നന്നാക്കി എടുക്കാം. അപ്പോൾ അത്ര മോശപ്പെട്ട സ്ഥിതിയിലല്ല ഗവൺമെൻറ് ഇരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. GDP ഗ്രോത്ത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. പൊതുവിലുള്ള സാമ്പത്തിക കപ്പാസിറ്റിയുള്ള വ്യത്യാസമുണ്ട്. അതൊക്കെ ശരിയാണെങ്കിലും തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമായിട്ടിരിക്കുന്നു, വിലക്കയറ്റം വലിയ പ്രശ്നമായിട്ടിരിക്കുന്നു, നാണയപ്പെരുപ്പം വലിയ പ്രശ്നമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാറ്റിയെടുക്കാവുന്ന ഏറ്റവും നല്ല അവസരമാണ്. 3ാമത് ഭരണം കിട്ടുക എന്ന് പറയുന്നത് അത്യപൂർവമാണ്. അതിൻ്റെ പരമാവധി യൂട്ടിലിറ്റി എടുക്കുക എന്നുള്ളത് ജനങ്ങൾക്ക് നന്മ നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ രീതി. രാജ്യമൊട്ടുക്ക് അതിൻ്റെ വ്യത്യാസം വരുത്തണം. ഫെഡറൽ സംവിധാനങ്ങൾ, ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ സംസ്ഥാനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ വേണം. അതിപ്പോൾ കേരളത്തിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങൾക്കും. കാരണം ചെറിയ മേഖലയിൽ വളർച്ച ഉണ്ടായാൽ പോരെ, എല്ലാ സംസ്ഥാനങ്ങളും വളരണം. ഇവിടെ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, അതിനെക്കുറിച്ച് പോകാൻ നമുക്ക് സമയമില്ല. ജനസംഖ്യയുടെ വളർച്ചയും അതനുസരിച്ചുള്ള ഫിനാൻസ് കമ്മീഷൻ്റെ അലോട്ട്മെൻറ്റ്, അങ്ങനെ തുടങ്ങിയ ഒത്തിരി ഫെഡറൽ ഇഷ്യൂസ് ഉണ്ട്. ചുരുക്കത്തിൽ ഇവയെല്ലാം ഒരുവിധം ഒരു സമവായത്തിൽ കൂടി കൊണ്ടുപോയി രാജ്യത്തിന് പുരോഗതി വരുത്തേണ്ട ഒരു നല്ല അവസരമാണ് ഈ തുടക്കത്തിൽ വന്നിരിക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ, ഇപ്പോൾ മന്ത്രിസഭയിൽ OBCയുടെ റെപ്രസെൻറ്റേഷൻ 27 പ്രാതിനിധ്യം, SC/ST 10, മൈനോറിറ്റി 4, ബട്ട് നോ മുസ്ലിം റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ UP ഒക്കെ മുസ്ലിം വോട്ടുകൾ ലഭിക്കും എന്നൊരു പ്രതീക്ഷ ആയിരുന്നു, പക്ഷേ അത് പ്രതീക്ഷ പോലെ കിട്ടിയില്ല. മുസ്ലിം പ്രതിനിധി കൂടി കേന്ദ്ര മന്ത്രിസഭയിൽ വരേണ്ടതായിരുന്നില്ലേ അല്ലേ? ഇന്ത്യയുടെ ജനസംഖ്യയുടെ 14% വരുന്ന മുസ്ലിം സമുദായത്തിന് സ്വാഭാവികമായി സാമുദായിക ഒരു ശതമാനത്തിന് ആനുപാതികമായി പ്രാതിനിധ്യം ലഭിക്കേണ്ടതാണ്. പലപ്പോഴും ഇന്ത്യ മുന്നണിയിലൊക്കെ ഉള്ള കക്ഷികളിൽ ഒരുപാട് മുസ്ലിം കാൻഡിഡേറ്റ്സ് ജയിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ NDA മുന്നണിയിൽ BJPയുടെ ഭാഗത്തു നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാൻഡിഡേറ്റ് മാത്രം, കേരളത്തിലെ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് മുസ്ലിം സ്ഥാനാർത്ഥിയായി ഫീൽഡ് ചെയ്യപ്പെട്ടത്. ആ സ്ഥാനാർത്ഥിയും ജയിച്ചു വന്നില്ല. അപ്പോൾ ഇവിടെ BJPക്ക് മുസ്ലിം MP മാരില്ല. ഘടകകക്ഷികൾക്കും ഇസ്ലാമിക സഹോദരന്മാരിൽ MP മാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് വരണമെങ്കിൽ ഒന്നുകിൽ ഇതിന് പുറത്ത് നിന്നുകൊണ്ട് ഇപ്പം കേരളത്തിലെ AP അബ്ദുള്ള കുട്ടിയെ പോലെ ആരെയെങ്കിലും ലോക്സഭാ അംഗമോ രാജ്യസഭാ അംഗമോ അല്ലാത്ത ഒരാളെ ജോർജ് കുര്യനെ കൊണ്ടുവന്നതുപോലെ ഇതിന് പുറത്ത് നിന്ന് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതിനൊരു പ്രതീകാത്മകതയുണ്ട്. അപ്പോൾ ആ പ്രതീകാത്മകത വേണ്ട എന്ന് വെച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊരു തീർച്ചയായും മന്ത്രിസഭ പുനഃസംഘടന വരുമ്പോൾ അത് ഒരുപക്ഷെ പരിഹരിക്കപ്പെട്ടേക്കാം. മുൻകാലത്തൊരു ഷാനവാസ് ഹുസൈൻ ഉണ്ടായിരുന്നു.
അല്ലെങ്കിൽ മുക്താർ അബ്ബാസ് നഖ്വി ഉണ്ടായിരുന്നു. Yes. അപ്പോൾ ഇവരൊക്കെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു, പലപ്പോഴും BJPയുടെ വക്താക്കളായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമിക വിഭാഗത്തിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ മൊത്തത്തിൽ ഇസ്ലാമിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും വളരെ പ്രതീകാത്മകം തന്നെയാണ്. ജോർജ് കുര്യൻ വെറും പ്രതീകാത്മകമെന്ന് മാത്രം തുച്ഛീകരിച്ച് കാണിക്കാനാവില്ല. അദ്ദേഹം സംഘടനയുടെ താഴെ തട്ടിൽ നിന്ന് തന്നെ ഘട്ടം ഘട്ടമായി ഉയർന്നു വന്നയാളാണ്. അദ്ദേഹം ഈ യുവമോർച്ച പ്രവർത്തകനായി തുടങ്ങി. അതിനു മുമ്പ് തന്നെ വിദ്യാർത്ഥി ജനത 80-83 ജനതാ പാർട്ടിയുടെ കാലത്ത് 77-80 കാലത്തെ വിദ്യാർത്ഥി ജനതയിൽ പ്രവർത്തിച്ച് നാട്ടകം ഗവൺമെൻറ് കോളേജിലും അതുപോലെ മാന്നാനം KE കോളേജിലും പാലാ സെൻറ് തോമസ് കോളേജിലും ഒക്കെ പ്രവർത്തിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് യുവജന സംഘടനയിലൂടെ വന്ന്, അല്ലാതെ വൺ ഫൈൻ മോർണിംഗ് അനിൽ ആന്റണി കടന്നു വന്നതുപോലെ നാടകീയമായി ഉള്ള വരവായിരുന്നില്ല. അതിനുള്ള അംഗീകാരം കൊടുത്തു. അത് മാത്രമല്ല, ന്യൂനപക്ഷ കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിരുന്നു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ മുൻ വൈസ് ചെയർമാൻ. വിവിധ സഭകളുടെ, ഈ ക്രൈസ്തവ സമുദായം മാത്രമല്ല, വിവിധ ന്യൂനപക്ഷ സമുദായങ്ങളുടെ അവാന്തര വിഭാഗങ്ങളിലേക്ക് കടന്നിറങ്ങിയിട്ടുള്ള പരിചയമുള്ള ഒരു മുഖം തന്നെയാണ്. അതുകൊണ്ട് മുസ്ലിം പ്രാതിനിധ്യം എന്ന കണത്തിൽ കുര്യനെ പെടുത്താനാവില്ല എങ്കിലും, ജോർജ് കുര്യനെ പെടുത്താനാവില്ല എങ്കിലും, തീർച്ചയായും മുസ്ലിം താല്പര്യം കൂടി സംരക്ഷിക്കാൻ പറ്റുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന് നൽകിയത് മറ്റൊരു വകുപ്പ്, ഏറ്റവും കേരളത്തിന് ഗുണപരമാകുന്ന വകുപ്പാണ്. അത് ഫിഷറീസ് വകുപ്പാണ്. അപ്പം മൃഗസംരക്ഷണം, ഫിഷറീസ്, ന്യൂനപക്ഷ ക്ഷേമം, ഇവിടെയൊക്കെ കാര്യമായ ഒരു പങ്കാളിത്തം വഹിക്കാൻ, റോള് വഹിക്കാൻ കുര്യന് കഴിയും. അപ്പം ഇസ്ലാമിക താല്പര്യം, ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഇസ്ലാമിൻ്റെ താല്പര്യമാണ്, അത് മുസ്ലിം സഹോദരന്മാരുടെ താല്പര്യമാണ്. ഇത് സംരക്ഷിക്കാനുള്ള ഘടനാപരമായ സംവിധാനങ്ങൾ ഉണ്ടാകുക എന്നതാണ് ഏറ്റവും പ്രധാനം. അവിടെ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നൊരു മന്ത്രി ഉണ്ടോ എന്നതിനേക്കാൾ കൂടുതൽ, ഇപ്പം ഒരു ജനാധിപത്യ ക്രമത്തിൽ സമുദായങ്ങൾ തിരിച്ചല്ലല്ലോ മന്ത്രി ഉണ്ടാകേണ്ടത്. പക്ഷേ സ്വാഭാവികമായി ഒരു പ്ലൂറലിസ്റ്റ് രാജ്യമാണ്, ബഹുല സമൂഹമാണ് ഭാരതം. അവിടെ എല്ലാത്തരം വിഭാഗങ്ങളെയും, പക്ഷേ ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ മുസ്ലിം സമുദായം, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, മുസ്ലിം സമുദായത്തിൽ നിന്നും 2 മന്ത്രിമാർ, ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഒരു സഹമന്ത്രിയും എങ്കിലും ഉണ്ടാകേണ്ടിയിരുന്നു. ഏതെങ്കിലും ഘടകകക്ഷികളിൽ നിന്ന് തന്നെ ആണെങ്കിൽ പോലും സാരമില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. പക്ഷേ OBCയുടെ കാര്യം എന്നെ സർപ്രൈസ് ചെയ്യുന്നു. കാരണം ഇന്ത്യയിലെ 50 മുതൽ 60% വരെ ജനസംഖ്യ അതർ ബാക്ക്വേർഡ് ക്ലാസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആണ്. OBC പ്രാതിനിധ്യം 27% ചുരുങ്ങുമ്പോൾ അത് കണ്ണു തുറപ്പിക്കേണ്ട കാര്യമാണ്. കാരണം അവിടെയാണ് ശ്രീ നരേന്ദ്രമോദി OBC വിഭാഗത്തിൽ നിന്ന് വന്ന ആളാണ്. അതൊരു വലിയ ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ നിർണായകമായ നേട്ടം കൊയ്യാൻ BJPയെ സഹായിച്ചതും ആ ഒരു OBC ബാഡ്ജാണ്. അപ്പോൾ അവിടെ കൂടുതൽ പേരുണ്ടാകേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ക്രൈസ്തവ പ്രാതിനിധ്യം, അതുപോലെ സിഖ് സമുദായത്തിന് പ്രാതിനിധ്യം ലഭിച്ചിരിക്കുന്നു. പഞ്ചാബിൽ നിന്നും BJP ലേബലിൽ മത്സരിച്ച് പരാജയപ്പെട്ട അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതൊരു നിർണായകമായ കാര്യമാണ്. അതുകൊണ്ട് ഈ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന സബ്കാ വികാസ്, സബ്കാ സാത്ത്, സബ്കാ പ്രയാസ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ മുസ്ലിം സമുദായത്തിന് പ്രാതിനിധ്യമുണ്ടോ എന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ മാത്രമായിരിക്കില്ല, ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരുപക്ഷെ ശ്രീ അനിൽ പറഞ്ഞതുപോലെ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് അതിനെ മുസ്ലിം ഇൻട്രസ്റ്റുകൾ, ആ സമുദായത്തിൻ്റെ ഇൻട്രസ്റ്റ് മാധ്യമങ്ങളും അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ചർച്ചയും നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു കാണിച്ചത്. മറ്റൊരു കാര്യം, ഈ സാധാരണ ഈ പ്രവാസി കാര്യം, ഈ ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യ സഹമന്ത്രിയായിട്ട് ഏതെങ്കിലും ഒരു മലയാളി വരാറുണ്ട്, പ്രത്യേകിച്ച് അറബ് നാടുകളിലുള്ള മലയാളികളുടെ പ്രാതിനിധ്യം കണക്കിലെടുത്തുകൊണ്ട്. ഈ 2 മന്ത്രിമാരിൽ ആർക്കെങ്കിലും വിദേശകാര്യ സഹമന്ത്രി സ്ഥാനം ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതും ഉണ്ടായില്ല. വി മുരളീധരനായിരുന്നല്ലോ വിദേശകാര്യ സഹമന്ത്രി. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം മധ്യപൗരസ്ത്യ പ്രദേശത്തെ വലിയ ഒരു സാന്നിധ്യം, അവിടെ നിന്നാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് പോലും ഉണ്ടാകേണ്ടത്. നാട്ടിലേക്കുള്ള ഫോറിൻ റെമിറ്റൻസ് വരേണ്ട ഒരു വലിയ പ്രദേശം ഈ ഗൾഫ് നാടുകളാണ്. അപ്പോൾ അവിടെ ആ താല്പര്യം, മലയാളിയുടെ താല്പര്യം സംരക്ഷിക്കാൻ ഒരു പക്ഷേ വിദേശകാര്യ സഹമന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഒരുപക്ഷെ ഇതാരാണ് ഇപ്പോൾ നിലവിൽ വിദേശകാര്യ സഹമന്ത്രി എന്ന് ഇപ്പോൾ വ്യക്തമല്ല. ഒരുപക്ഷെ ഇവരിൽ ആർക്കെങ്കിലും തന്നെ ആ പദവി കൂടെ സുരേഷ് ഗോപിക്കോ അല്ല എങ്കിൽ ജോർജ് കുര്യനോ അതുകൂടി കിട്ടിക്കൂടായികയില്ല. പക്ഷേ ഇപ്പം കിട്ടിയ വകുപ്പുകൾ അനുസരിച്ച് കേരളത്തിന് ഗുണമുണ്ടാകേണ്ട വകുപ്പുകൾ തന്നെയാണ്. തീർച്ചയായും ഫിഷറീസ്, ഇപ്പം 6 വകുപ്പുകൾ ഇവിടെ പ്രസക്തമാണ്. പെട്രോളിയം,
പ്രകൃതിവാതക വകുപ്പ്. ഇത് വളരെ നിർണായക വകുപ്പാണ്. പക്ഷേ കേരളത്തിന് നേരിട്ട് പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ കേരള തീരത്ത് ദീർഘമായ തീരമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ എണ്ണ പ്രകൃതിവാതക പര്യവേഷണത്തിന് പുതിയ പദ്ധതികളും കാര്യങ്ങളും ONGCയുടെ ഘടകങ്ങളൊക്കെ തന്നെ സാധ്യതയുണ്ട്. അത് കേരളത്തിൽ നിന്നും ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തീർച്ചയായിട്ടും സാംസ്കാരിക വകുപ്പ് സുരേഷ് ഗോപിക്കാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ സുരേഷ് ഗോപിക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ട കാര്യം ഒരു സിനിമാക്കാരൻ എന്ന നിലയിൽ സാംസ്കാരിക വകുപ്പ് ലഭിക്കേണ്ടതായിരുന്നു. അത് ആർക്കാണ് ഇപ്പോൾ അലോട്ട് ചെയ്തത് എന്ന് വ്യക്തമല്ല. പക്ഷേ ഇപ്പോൾ ലഭിച്ച വകുപ്പ് വളരെ നല്ല വകുപ്പ് തന്നെയാണ്. അതുപോലെ ജോർജ് കുര്യൻ ലഭിച്ച ഫിഷറീസ് അത്ഭുതകരമായ സാധ്യതകളുള്ള വകുപ്പാണ്. ഇവിടെ അതിനകത്ത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടെ ഉണ്ട് ശ്രീ അനിൽ. കാരണം ഇവിടെ കേരളത്തിന് 140 നിയമസഭാ മണ്ഡലങ്ങൾ, ഇനിയിപ്പോൾ 2 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 40 മണ്ഡലങ്ങളെങ്കിലും തീരദേശ മണ്ഡലങ്ങളാണ്. അവിടെ മത്സ്യത്തൊഴിലാളികളുടെ നീറുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ മാറി മാറി വരുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് പലപ്പോഴും കഴിയാറില്ല. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ക്ഷേമ പദ്ധതികളും കേന്ദ്ര പദ്ധതികളും തീരദേശത്തിന് സമഗ്രമായ വികസനം, അടിസ്ഥാന വികസനം, പ്രകൃതിക്ഷോഭം, അത് മാത്രമല്ല കടൽ കയറ്റം, ഇതെല്ലാം തന്നെ ദീർഘമായി പരിഹരിക്കാതിരിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ വഴി ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് മൃഗസംരക്ഷണം എന്നതിനേക്കാൾ കൂടുതൽ സാധ്യതയുള്ള വകുപ്പാണ് മൃഗസംരക്ഷണം. സാധ്യതയുള്ള വകുപ്പ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ജോർജ് കുര്യനെ വളരെ നിർണായകമായ ഒരു പ്രാതിനിധ്യമുണ്ട്. അതുപോലെ ടൂറിസം ഹബ്ബായി മാറ്റാൻ സുരേഷ് ഗോപി ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തെ ഒരു പറുദീസയാക്കി മാറ്റാൻ സാധിക്കും. ഇത് ഹൈപ്പോത്തറ്റിക്കലാണ്, സാധിക്കും. പക്ഷെ നമ്മുടെ ഒരു നമ്മുടെ മലയാളികളുടെ പൊതുവെയുള്ള ഒരു ടൂറിസത്തോടുള്ള നിലപാട് മാറണം. ഇത് ടൂറിസം സൗഹൃദമായ ഒരു മനസ്സ് രൂപപ്പെടണം. ഹോം സ്റ്റേകൾ ഉണ്ടാകണം. ഇതെല്ലാം ആ രീതിയിൽ മലയാളി മാറി ചിന്തിച്ചാൽ സ്വാഭാവികമായി വകുപ്പ് കേന്ദ്രത്തിൻ്റെ കൈവശം, സുരേഷ് ഗോപിയുടെ കൈവശമുണ്ട്. അതുകൊണ്ട് എങ്ങനെ നോക്കുമ്പോഴും ഇതൊരു പ്രയോജനകരമായ കാര്യമാണ്. ഇസ്ലാമിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഏകാക്ഷേപം. അതെനിക്കും ആക്ഷേപം തോന്നുന്നുണ്ട്. കാരണം 1-2 മന്ത്രിമാരുണ്ടാകാമായിരുന്നു. അത് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ തലയെടുപ്പോടുകൂടി നിൽക്കാൻ എല്ലാവരും ചേർത്ത് പിടിക്കുന്നു എന്ന പ്രതീകാത്മകതയ്ക്ക് അത് ആവശ്യമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ശ്രീകുമാർ സാർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അല്ല, ഇവിടെ നമ്മൾ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊടുക്കുന്നില്ല എന്നിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അല്ല, ജോർജ് കുര്യൻ എന്താ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനത്തിന് അർഹനല്ലേ? ജോർജ് കുര്യൻ അല്ലേ? അതിപ്പോ നമ്മൾ അതല്ല ചർച്ചാ വിഷയം. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ഓരോ മന്ത്രിസ്ഥാനം കൊടുത്തത് മാത്രം കരുതിയാൽ മതി. കാരണം പെട്രോളിയം ആണെങ്കിലും പ്രകൃതിവാദമാണെങ്കിലും ടൂറിസം ആണെങ്കിലും വേറെ സഹമന്ത്രി അതിനുണ്ട്. ഒരു സഹമന്ത്രിയും കൂടെ ഉണ്ട്. അതിന്റെ പ്രധാന ക്യാബിനറ്റ് മന്ത്രി വേറെയാണ്. ടൂറിസത്തിന്റെ ക്യാബിനറ്റ് മന്ത്രി എനിക്ക് തോന്നുന്നത് ഗുജറാത്തിൽ നിന്നാണ് തോന്നുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് 2 മന്ത്രിമാർ ഉണ്ടായി എന്ന് മാത്രമേ കരുതുന്നുള്ളൂ. പ്രത്യേകിച്ച് കേരളത്തിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഞാൻ കാണുന്നില്ല. കാരണം സമാനമായ സഹമന്ത്രി വേറെയുണ്ട്. നമ്മൾ ഈ സഹമന്ത്രിമാരുടെ ഒക്കെ ഘടനയൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ വ്യക്തമാകും. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഒരു കാര്യം കൂടെ, ഈ കുമാരസ്വാമിക്ക് ഖനം ഉരുക്ക് മന്ത്രിസ്ഥാനം കൊടുത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അതെന്തുകൊണ്ടാണെന്നുള്ള നാളെ ചർച്ചയായിട്ട് വരും. അതുപോലെ ഒരു കാര്യം, ഈ വകുപ്പ് വിഭജനം 24 മണിക്കൂർ നീണ്ടതിന്റെ കാര്യവും ഞാൻ ഈ പറഞ്ഞതിന്റെ ഒരു കല്ലുകടിയുടെ കാര്യം മാത്രമാണ്. അതുകൂടി നമ്മൾ കണ്ടാൽ മാത്രമേ ഉള്ളൂ. പിന്നെ വികസനമായിരുന്നു 2019 മുദ്രാവാക്യം, 2024 അതായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി NDAക്ക് നാഷണൽ ഡെവലപ്മെന്റ് എന്ന കാര്യം കൂടി കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ശങ്കു, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, OBC വിഭാഗം രാജ്യത്ത് 50% ഉണ്ട്, അവർക്ക് 27% പ്രാതിനിധ്യം കൊടുത്തുള്ളൂ എന്ന് ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞത് തെറ്റാണ്. മന്ത്രിസഭയിൽ 27 OBC അംഗങ്ങളാണുള്ളത്. 72 അംഗ മന്ത്രിസഭയിൽ 27 അംഗങ്ങൾ OBC എന്ന് പറഞ്ഞാൽ OBC പ്രാതിനിധ്യം 38.5% OBC പ്രാതിനിധ്യം. ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം OBC ജനസംഖ്യ 41% ആണ്. അപ്പോൾ ജനസംഖ്യാനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം OBC വിഭാഗങ്ങൾക്ക് മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് മുസ്ലിം മന്ത്രി ഉണ്ടായിട്ടില്ല? NDAയിൽ ഒരു മുസ്ലിം MP പോലും ഇല്ല. BJPയിൽ നിന്ന് മാത്രമല്ല, NDAയുടെ മൊത്തം ഘടകകക്ഷികളിൽ നിങ്ങൾ JDU എടുത്താലും TDP എടുത്താലും മുഴുവൻ ഘടകകക്ഷികൾ എടുത്താലും ഒരു മുസ്ലിം MP പോലും ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത്? NDA എവിടെയും മുസ്ലിം MPമാരെ ഫീൽഡ് ചെയ്യാത്തതുകൊണ്ടാണോ? അല്ല, BJP വിരുദ്ധമായിട്ട് ഇവിടുത്തെ മുസ്ലിം വോട്ട് ബാങ്ക് ഒരു നിലപാടെടുത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ആ നഷ്ടം അവർക്ക് നേരിടേണ്ടി വന്നത്. ഈ മനോഭാവം മാറിയാലല്ലാതെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി INDA മുന്നണിക്ക് ഒറ്റക്കെട്ടായി വോട്ട് മുഴുവൻ കൊടുക്കുകയും ചെയ്യും, എന്നാൽ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് പ്രാതിനിധ്യം വേണമെന്നുള്ള നിലപാടെടുക്കുന്നത് ശരിയല്ല. ഇവിടെ അബ്ദുൽ സലാം കേരളത്തിലെ മലപ്പുറത്ത് നിന്ന് മത്സരിച്ചിരുന്നല്ലോ. അദ്ദേഹത്തെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പായിട്ടും മുസ്ലിം സമൂഹത്തിന് ഉണ്ടാവുമായിരുന്നു. ആ അവസരം നഷ്ടപ്പെടുത്തിയതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പരിണിതി
മാത്രമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും നിലയിലുള്ള ഒരു വിദ്വേഷപരമായിട്ടുള്ള നിലപാടില്ല. BJP-യിലോ NDA മുന്നണിയിലോ മൊത്തത്തിലൊരു മുസ്ലിം MP പോലും വിജയിച്ചു വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സുരേഷ് ഗോപിക്ക് സാംസ്കാരിക വകുപ്പില്ല, അത് ക്ലാരിഫൈ ചെയ്യണം. സാംസ്കാരിക വകുപ്പില്ല. യെസ്, എന്തായാലും ജനക്ഷേമം, രാജ്യപുരോഗതി ഇവയൊക്കെ ലക്ഷ്യം വെച്ചുള്ളതും രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുന്നതുമായ പലതും കഴിഞ്ഞ 10 വർഷക്കാലം മോദി ഭരണത്തിൽ നാം കണ്ടു. വരാൻ ഇരിക്കുന്ന ഈ 5 വർഷം വളരെ ശക്തമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ പുതിയ മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും